ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നെക്ലേസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ജോക്കർ പോലത്തെ ഒരു സംഭവം. അതിൻ്റെ ജോക്കർ തന്നെ തോന്നുന്നുണ്ട് പറയാൻ, എനിക്കറിയില്ല. അപ്പം ഞാനത് ഉണ്ടാക്കിയപ്പോൾ കുഴപ്പമില്ല, നല്ല രസമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് ഷെയർ, ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലപോലെ കിട്ടിയിട്ടെങ്കിൽ അത് വീഡിയോ പബ്ലിഷ് ചെയ്യുക. അതെല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ പബ്ലിഷ് ചെയ്യില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്കത് അടിപൊളിയായിട്ട് കിട്ടി. അപ്പോൾ പിന്നെ ഞാനത് വീഡിയോ പബ്ലിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ, അപ്പോൾ അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് ആവശ്യം വരുന്നത് ഇലാസ്റ്റിക് വേണം. അതുപോലെ തന്നെ സ്റ്റോൺ വേണം. അതുപോലെ തന്നെ വൈറ്റ് ബീഡ് വേണം. സ്റ്റോണ് നമുക്ക് ഇഷ്ടമുള്ള കളർ, ഏത് കളറാണോ നമ്മുടെ കയ്യിലുള്ള വെച്ചെങ്കിൽ ആ കളറിനനുസരിച്ചിട്ട് ചെയ്യാം. എൻ്റെ കയ്യിലെല്ലാതും ഡിഫറെൻ്റായിട്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ജോക്കർ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് വൈറ്റ് ബീഡ് വേണം. ഈ ബ്ലൂ ബീഡ് എന്തിനാണ് വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ അതിൽ കൂടെ തന്നെ ഇട കലർന്നിട്ടാണ് വൈറ്റ് ബീഡ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതങ്ങനെ എടുത്ത് വെച്ചതാണെന്ന് മാത്രം. അപ്പം നമ്മൾ അലാസ്റ്റിക് ഏകദേശം ഈ ഒരു മടക്കിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ രണ്ടായിട്ട് മടക്കണം. അത്യാവശ്യം വലിപ്പം വേണം. എന്നിട്ട് മുക്കാൽ ഭാഗത്തോളം നമ്മൾ സ്റ്റോൺ ഇട്ടതിന് ശേഷം പിന്നെ വേണം നമുക്ക് ലാസ്റ്റിലേക്ക് നമ്മൾ രണ്ടറ്റത്തും ചെയിൻ കൊടുക്കണം. ചെയിൻ്റെ മുകളിൽ ഫിഷ് കുളത്തിട്ടിട്ടാണ് നമ്മളിത് അറ്റാച്ച് ചെയ്യണത്. അപ്പം നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഒരറ്റത്ത് കൂടെ വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കുക. അവിടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്ത് കൂടെ വേറൊരു വൈറ്റ് ബീഡും കൂടെ ഇട്ട് കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന അതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മറ്റേ അറ്റത്ത് കൂടെയും ഈ അറ്റത്ത് കൂടെ ആയിട്ട് നമ്മൾ വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കുക. വൈറ്റ് ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സെൻറ്റർ ഭാഗത്ത് കൂടെ ഒരു സ്റ്റോൺ ഇട്ട് കൊടുക്കുക. പിന്നെ എല്ലാവർക്കും അറിയാം. പിന്നെ എനിക്ക് മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത്, എല്ലാ ഭാഗത്തും ഇപ്പോൾ മഴയാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ ടി വിയിൽ കേൾക്കുമ്പോഴും വാർത്തയിൽ കേൾക്കുമ്പോഴും ഒക്കെ നമ്മൾ കേൾക്കുന്നത് അവിടെ ഇവിടെ ഒക്കെ മഴയാണ് എന്ന്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് കൊറിയർ അയച്ചാലൊന്നും കിട്ടില്ല. കാരണം ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് എല്ലാവരും കൂടെ ആകുമ്പോൾ നമുക്ക് പാക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ കൂടെ ഒന്ന് ആലോചിക്കുക. കാരണം നമ്മളിത് വെറുതെ ഇരിക്കുകയല്ല, നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുകയെന്ന് വെച്ചെങ്കിൽ നമുക്ക് പണിയൊന്നുമില്ല. നമുക്കിത് പാക്ക് ചെയ്തിട്ട് അയക്കണ പണിയുള്ളൂ എന്ന് വിചാരിക്കാം. പക്ഷെ ഈ ഒരു ഇത് ചെയ്ത് നോക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അയച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇന്ന് നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഇപ്പോൾ സാധനം ഇവിടുന്ന് അയക്കൂല. നാളെ അല്ലെങ്കിൽ മറ്റന്ന് 3 ദിവസത്തിനുള്ളിലൊക്കെയാണ് ഇവിടുന്ന് സാധനം വിടുള്ളൂ. അപ്പോൾ ഇവിടുന്ന് 3 ദിവസം വിട്ടാലും കൊറിയർ ഓഫീസർ അന്ന് തന്നെ അയച്ചാലും പക്ഷെ അവർക്ക് 3-4 ദിവസത്തിൻ്റെ ഉള്ളിലാണ് നിങ്ങളുടെ കയ്യിൽ സാധനം കിട്ടുള്ളൂ. അങ്ങനെ മൊത്തം ചിലപ്പോൾ ഒരാഴ്ച എന്തായാലും പിടിക്കും. ഇത് പറയാനുള്ള കാരണം എല്ലാവരും ഞാൻ പറയണില്ല, 1-2 പേർക്ക് തീരെ ഒരു സമാധാനം ഉണ്ടാവില്ല പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ. കാരണം സാധനം അയച്ചോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ അത്രയും തിരക്കുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ദയവ് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്യരുത്. കാരണം നമുക്ക് സമയമില്ല. കാരണം നിങ്ങളിങ്ങനെ ഇത് ചോദിക്കും തോറും നിങ്ങളുടെ പൈസ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കാട്ട് സമാധാനക്കേടാണ് എനിക്ക്. കാരണം ആ സാധനം അവിടെ എത്തിച്ച് തന്നല്ലാണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്, ഈ മഴയുടെ കാരണങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 25 കൊറിയറാണ് ഞാൻ ഒരു ദിവസം അയച്ചത്. അത് അത്രയും ആൾക്കാർ ഇങ്ങനെ അത്രയും വെയിറ്റ് ചെയ്തുകൊണ്ട് ആരും ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല കേട്ടോ. അന്ന് 25 പേരിൽ ആരും എന്നെ അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. 100-ൽ 1-2 പേരാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, അയച്ചോ ഇത്ര ദിവസമായില്ലേന്ന്. 1-2 പേര് മാത്രം. ബാക്കിയുള്ളവരൊന്നും ഒരു കുഴപ്പമില്ല, അവർക്ക് ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവും. പക്ഷെ ഇവർ ഞാൻ കുറ്റപ്പെടുത്തില്ല. പക്ഷേ നമ്മുടെ അവസ്ഥയും സാഹചര്യവും ഒന്നും മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇത്രയും വൈകുന്നത്. ഞങ്ങളോടൊന്ന് പ്രത്യേകം പറയാമെന്ന് വിചാരിച്ചത്. പിന്നെ നമ്മൾ ആദ്യം മുതലേ നമ്മൾ അയക്കുന്നത് കൊറിയറാണ്. സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ വഴിയാണ് നമ്മൾ അയക്കാറ്. DTDC ആകുമ്പോൾ എനിക്ക് 70 രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരിക. സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ ആകുമ്പോഴാണ് എനിക്ക് 40 രൂപ വരിക. ഇതൊന്നും അറിയാണ്ടാണ് എല്ലാവരും എൻ്റെ കയ്യിൽ നിന്ന് ഓർഡർ എടുക്കുക. എന്നിട്ട് ഓർഡർ എടുത്ത് കഴിഞ്ഞാൽ അയച്ചു കഴിഞ്ഞാൽ അവർ പറയാം അവിടുന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊറിയറാണോ പോസ്റ്റല്ലേ വീട്ടിലെത്തിച്ചു തരൂലേ, അപ്പോൾ വീഡിയോസൊന്നും കാണാണ്ടാണോ നിങ്ങൾ ഓർഡർ എടുക്കണത്? അപ്പോൾ അതൊന്ന് പ്രത്യേകം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോസിലൂടെ അതും കൂടെ പറഞ്ഞത്. ദേഷ്യമൊന്നും വിചാരിക്കണ്ട. കാരണം മഴയുടെ ഒരു ഇതാണ് ഏറെ ബുദ്ധിമുട്ട്. കാരണം ഇവിടുത്തെ പണികളും
അതുപോലെ പാക്കിങ്ങും കാര്യങ്ങളും ഒന്നും കൂടെ നമുക്ക് നടക്കുന്നില്ല. അപ്പം അത്രയും അർജൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഓർഡർ എടുക്കണ്ട. കുഴപ്പമില്ല, തിരക്കൊന്നുമില്ല. ഇനിയിപ്പോൾ ഇൻഡിപെൻഡൻസ് ആണ് വരുന്നത്. ഇൻഡിപെൻഡൻസ് ഒക്കെ ആകുമ്പോൾ നമുക്കറിയാം നിങ്ങൾക്ക് വല്ല ഓർഡറും കിട്ടുന്ന സമയമാണത് എന്നുള്ളത്. അപ്പം നമ്മൾ അതിനനുസരിച്ച് സാധനം അവിടെ എത്തിച്ചേരും. പരമാവധി എത്തിച്ചേരാൻ നോക്കാറുണ്ട് ഞാൻ. നിങ്ങളുടെ പൈസ ഇവിടെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ എനിക്കന്ന് ഉറക്കം ഉണ്ടാവില്ല. കാരണം ഇതിവിടെ നിങ്ങളുടെ അടുത്ത് എത്തില്ലാണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ തന്ന പൈസ ഒക്കെ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ചിലവായിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് തിരിച്ച് സാധനം അവിടെ എത്തിച്ചെന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ടാണ് പറയണത്, ഇങ്ങനെ ഒട്ടും ബുദ്ധിമുട്ടിക്കരുത്. സാധനം പൈസ നിങ്ങൾ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും സാധനം ഒരാഴ്ചയുടെ ഉള്ളിൽ നിങ്ങളുടെ വീട്ടിൽ എത്തിയിരിക്കും. പിന്നെ ഞാൻ ഇന്നൊരു കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, 300 രൂപയുടെ കിറ്റ്. അത് 1 ഡേ ഓഫറായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ തന്നെ ഒരുവിധ ആൾക്കാരൊക്കെ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി 5 പേർക്കോ 6 പേർക്കോ ഉള്ള കിറ്റാണ് ഉണ്ടാവുള്ളൂ. അത് ഞാൻ വീണ്ടും വീണ്ടും പറയുക. അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. കാരണം 5 പേർക്ക് മാത്രമുള്ള കിറ്റാണ് ഇനി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വീണ്ടും ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇനി നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാനത് ഉണ്ടാക്കി കാണിക്കുമ്പോൾ ആ നേരത്ത് മറ്റുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങോട്ട് ലാസ്റ്റ് ഇതേപോലെ അറ്റം വരെ ഇതേ ഒരു മോഡലിൽ നമ്മൾ ഇങ്ങനെ ലാസ്റ്റ് വരെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാനത് ലാസ്റ്റ് വരെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. കണ്ട, ഞാനെല്ലാം മിക്സഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരേ കളേഴ്സ് മാത്രമല്ല, ബ്ലൂ ആണെങ്കിലും റെഡ് ആണെങ്കിലും അതുപോലെ തന്നെ വൈറ്റ് ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും ഒരേപോലെ മിക്സഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ലാസ്റ്റ് നമ്മൾ ഈ ഇലാസ്റ്റിക് വയർ അവിടെ കെട്ടിടുക. നന്നായി മുറുക്കിയിട്ട് കെട്ടിടുക. കെട്ടിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു കെട്ടിടുന്നേക്കാൾ മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ജംറിങ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടതിന് ശേഷം ആ ജംറിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ ഒരു കെട്ടും കൂടെ ഇട്ട് കൊടുക്കാൻ. കാരണം നമുക്കവിടെ ചെയിൻ ഇടണമല്ലോ. ഈ അറ്റത്തും ആ അറ്റത്തും ചെയിൻ അറ്റാച്ച് ചെയ്യണം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എന്ത് ചെയ്യാം, ഈ ഒരറ്റത്ത് ജംറിങ് ഇട്ടതിന് ശേഷം ജംറിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ ഒരു കെട്ട് കൊടുക്കാൻ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന അതേപോലെ തന്നെ ചെയ്തെടുക്കുക. മറ്റേ ഭാഗത്ത് പിന്നെ നമുക്ക് ഓൾറെഡി ജംറിങ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുത്താലും അതവിടെ കിടക്കും. ഇതേപോലെ ചെയ്യാം.